പല ആഴ്ചകൾക്ക് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് ബർന്നബാസിനെ കുറിച്ച് അല്പസമയം സംസാരിക്കുവാൻ ചില അവസരങ്ങളിൽ ദൈവത്തിനിടയാക്കി. A few weeks ago, we actually spoke a little bit about Barnabas. ബർന്നബാസ് ന്റെ ജീവിതത്തിന്റെ പ്രത്യേകതകൾ പലതാണെന്ന് നമുക്ക് ചിന്തിക്കുവാൻ തക്കോണിടയായി. We studied that the life of Barnabas was a peculiar one. ഇന്ന് നമ്മൾക്ക് ആധാരമായി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം വായിക്കാം. Acts chapter 11 verses 24. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനും ആയിരുന്നു. വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു. He was a good man, full of Holy Spirit and faith, and a great number of people were brought to the Lord. ബർന്നബാസിനെ കുറിച്ച് വളരെ സന്തോഷം നൽകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. There are many things that we can be happy about Barnabas. ബർന്നബാസിന്റെ ജീവിത നിമിത്തം ശുശ്രൂഷ നിമിത്തം അനേകർ കർത്താവിനോട് ചേരുവാൻ തക്കോണിടയായി തീർന്നു. Due to the life and ministry of Barnabas, many people were brought to Christ. ഇന്ന് നമ്മുടെ ചർച്ചിന് ആവശ്യമായിരിക്കുന്നത് ബർന്നബാസുമാരെയാണ്. What we need today in our churches are Barnabases such as these. നാം എല്ലാവരും പുതിയ നിയമത്തിലെ ആ ബർന്നബാസിനെ പോലെ ആയിത്തീരണം. And each and every one of us should be a New Testament Barnabas in our churches. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ ബർന്നബാസിനെ കുറിച്ച് വായിക്കുന്നു. അവൻ തന്റെ വസ്തുവെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു കൊടുക്കുന്നവനായിരുന്നു. A good giver. And you see that in Acts chapter 4, it's been written about this Barnabas that he sold everything and he kept it in front of the priest, in the feet of the priest. He was a man who was a giver. നമ്മുടെ മണി കൊണ്ട് ദൈവത്തിന് പ്രസാദമുള്ളത് എന്തൊക്കെ ചെയ്യാവുന്ന ആവശ്യത്തിൽ കൂടുതൽ പ്രസംഗിച്ചു കഴിഞ്ഞത് അതുകൊണ്ട് ഇനി ഞാൻ പ്രസംഗിക്കുന്നില്ല. And with our money, what can we do? What our limits are? We have already preached that, so I'm not going there. രണ്ടാമത്തെ വിഷയം, പൗലോസിനെ അപ്പോസ്തലന്മാരൊന്നും സ്വീകരിക്കാൻ തടസ്സപ്പെട്ടപ്പോൾ താല്പര്യപ്പെടാതെ ഇരുന്നപ്പോൾ ഈ ബർന്നബാസ് ആ കൂട്ടിക്കൊണ്ടുപോയി ചേർത്തത്. And when people did not receive Paul, it is Barnabas who took him there. ഒരു പീസ് മേക്കർ ആയിരുന്നു ബർന്നബാസ്. Barnabas was a peacemaker. അതുപോലെ ബർന്നബാസിന്റെ ബന്ധത്തിൽപ്പെട്ട ആളാണെങ്കിലും മർക്കോസിനെ പൗലോസ് മിഷണറി യാത്രയിൽ തുടർന്ന് കൊണ്ടുപോകാൻ താല്പര്യപ്പെടാതിരുന്നപ്പോൾ ബർന്നബാസും പൗലോസും തമ്മിൽ വാദമുണ്ടാകേണ്ടി വന്നു, ഉഗ്രവാദം ഉണ്ടാകേണ്ടി വന്നു. എന്നാലും ബർന്നബാസ് ഈ മർക്കോസിനെ കൂട്ടിച്ചേർക്കാൻ താല്പര്യപ്പെട്ട ആളാണ്. But when Mark, even though he was a relative of Barnabas, when Paul did not want him to accompany him during the missionary journey, there was a small squabble between them. Even though that was so, Barnabas did want Mark to accompany them during that missionary journey. എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ആളുകൾക്ക് മറ്റുള്ളവരിൽ കാണാൻ കഴിയാത്ത ഗുണങ്ങൾ ബർന്നബാസിന് കാണാൻ കഴിയുമായിരുന്നു. What that means is that he saw something in Mark that a normal person could not see. മർക്കോസിൽ മാത്രമല്ല പൗലോസിന്റെ ജീവിതത്തിലും അങ്ങനെയാണ്. അതുപോലെ ബർന്നബാസിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞതാണ്. We have already talked about that peculiarness in his life, that Barnabas could see people more than what other people could see them. നമുക്ക് മറ്റുള്ളവരെ ഉള്ളവർക്ക് വില കൊടുക്കുവാൻ, മറ്റുള്ളവരെ കുറിച്ച് കമന്റ് പറയാൻ വളരെ എളുപ്പമാണ്. It is very easy to comment about somebody. എന്നാൽ മറ്റുള്ളവരിലുള്ള ഗുണങ്ങൾ കാണാൻ ഇടയാകാമെങ്കിൽ അവരാണ് നല്ല ബർന്നബാസുമാർ. But if you can see the good things in others, those such people are called Barnabas. D.L. Moody ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. D.L. Moody said like this. അത് എങ്ങനെയാണ് പറഞ്ഞത്? ഞാൻ ആളുകളെ ഒരുപാട് നോട്ട് ചെയ്തിട്ടുണ്ട്. I have noticed many people. എന്നാൽ ആത്മനിറവുള്ള ഒരാൾ ഒരു മനുഷ്യനെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്ത് കണ്ടിട്ടില്ല. But if you are filled with the Holy Spirit, you do not see such a person complaining about someone. എല്ലാവരെയും വളരെ ടെൻഡർലി സ്നേഹിക്കുന്ന ആളായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. He said that such a person would love somebody so tenderly. എന്നിട്ട് അദ്ദേഹം പറയാണ്, he loves even a cold church. ഉണർവൊന്നും ഇല്ലെങ്കിലും അവന്റെ സഭയെ സ്നേഹിക്കുന്നവനായിരിക്കും, ആത്മനിറവുള്ളവരാണ്. Even though the church is a cold church, he is a person who would love it. എന്നാൽ അവന്റെ ജീവിതത്തിന്റെ പ്രത്യേകത വളരെ തണുത്തിരിക്കുന്നവരെ ദൈവസ്നേഹത്തിൽ ഉണർത്താൻ സിമ്പതിയുള്ള ഒരാളായിരിക്കുമെന്നാണ് D.L. Moody പറഞ്ഞിരിക്കുന്നത്. D.L. Moody says that such a person filled with the Holy Spirit would bring a cold person into the warmness of Christ. ഇതാണ് ബർന്നബാസിന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ പ്രത്യേകത. This was the second peculiarity in the life of Barnabas. ബർന്നബാസിന്റെ ജീവിതത്തിലെ മൂന്നാമത്തെ പ്രത്യേകത, ബർന്നബാസിനേക്കാൾ പൗലോസ് മുന്നേ വരുന്നു. ബർന്നബാസ് ആണ് പൗലോസിനെ കൊണ്ടുവന്നത്. എന്നാൽ പിന്നീട് നാം നോക്കുമ്പോഴെല്ലാം പൗലോസിനേക്കാൾ ഒരു താണ സെക്കൻഡ് ഫിഡൽ അല്ലെങ്കിൽ രണ്ടാമത്തെ പൊസിഷനാണ് ബർന്നബാസിന് ലഭിച്ചത്. പക്ഷേ ബർന്നബാസിന് ഒരു വിഷമവും ഇല്ലായിരുന്നു. But the third peculiarity in the life of Barnabas was that even though Barnabas was
Barnabas had the second place, he did not have bitterness towards that. ബർന്നബാസിനെ പോലുള്ള മനോഭാവമുള്ളവർ ഇന്ന് ക്രിസ്തീയ ലീഡർഷിപ്പിൽ കുറവാണ്. It is very few that we see that people of such Barnabas nature to be found in the Christian ministry. ആരെങ്കിലും എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്താൽ കുഴപ്പമില്ലവരും ഉണ്ടോ എന്ന് കണ്ടുപിടിച്ച് പ്രചരിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്, ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു ചുരുക്കമാണ്. And usually we see that if someone is in the ministry, they try to find the faults that is in them rather than to bring them up ahead and encourage them. എന്നാൽ ബർന്നബാസ് അങ്ങനെയല്ലായിരുന്നു. അവനെ മറ്റുള്ളവർ മുന്നോട്ട് വരുന്നതിൽ വളരെ ശ്രദ്ധിച്ചിരുന്നു. But Barnabas was not such a man, but he always encouraged others to come forward. 4-5 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഇവിടെ വായിച്ചത്. We read the 4th and 5th peculiarity. അവിടെ എഴുതിയിരിക്കുന്നു അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു, വിശ്വാസം നിറഞ്ഞവനായിരുന്നു. Here we see that he was full of the Holy Spirit and full of faith. പരിശുദ്ധാത്മാവും വിശ്വാസവും നിറഞ്ഞിരിക്കുന്ന അനുഭവം. And it is an experience that is filled with the Holy Spirit and by faith. അത് വളരെ ശ്രേഷ്ഠമേറിയ അനുഭവമാണ്. It is such a great experience to be in there. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ അനുഭവമാണ് ഇന്ന് ദൈവസഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത്. What the church needs today is to be filled with the Holy Spirit. 2 പേർ ഒരുമിച്ച് നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ പോയി. 2 people went to see Niagara Falls. ദൈവമക്കളാണ്, മിഷണറിമാരാണ്. And they are children of God, they are missionaries. ഒരാൾ ഇംഗ്ലണ്ടിലുള്ള ആളാണ്, വേറൊരാൾ അമേരിക്കനാണ്. One person was from England, the other person was from America. അമേരിക്കക്കാരനായ മനുഷ്യൻ ഇംഗ്ലണ്ടിലുള്ള തന്റെ സ്നേഹിതനെ വിളിച്ചിട്ട് പറഞ്ഞു, And the American asked his England friend like this. ലോകത്തിലേക്കും ഉപയോഗിക്കപ്പെടാതിരിക്കുന്ന അൺയൂസ്ഡ് പവർ നിന്നെ ഞാൻ കാണിക്കാമെന്ന് I പറഞ്ഞു. will show the most unused power in the world. അവരെ പോയി നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ ഫുട്ടിൽ അതിന്റെ താഴെ ഏറ്റവും താഴെ സ്ഥലത്ത് ചെന്നു. So both of this go to the foot of Niagara Falls. അങ്ങനെ പറഞ്ഞു, ഇതാണ് ലോകത്തിലേക്കും ഏറ്റവും വലിയ ശക്തിയാണ്, പക്ഷേ ഉപയോഗിക്കപ്പെടാതിരിക്കുന്ന ഒരു പവറാണിതെന്ന് പറഞ്ഞു. And he shows the Englishman that this is a great power that we see in front of us, but is seldom used. എന്നാൽ ഇംഗ്ലീഷുകാരൻ ഇങ്ങനെ പറഞ്ഞു, ബ്രദർ നിനക്ക് തെറ്റിപ്പോയി. But the Englishman said like this, brother, you're wrong. ഏറ്റവും വലിയ ശക്തി ഇന്ന് വരെ ഉപയോഗിക്കപ്പെടാതിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണെന്ന്. The most unused power that is not being used today is the power of the Holy Spirit. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വർണ്ണിക്കാൻ കഴിയാത്ത രീതിയിൽ അത്യന്തം അഗാധമേറിയതാണ്. It is so magnificent and so great that you can't even contain it in words. That is the power of the Holy Spirit. നമ്മൾ ബലഹീനരാണ്, എന്നാൽ നമ്മുടെ ബലഹീന അവസ്ഥയ്ക്കൊക്കെ ചേഞ്ച് വരുത്തി നമ്മെ അത്ഭുത വിഷയമാക്കുന്ന ദൈവിക ശക്തിയാണ് പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്ക് ലഭിക്കുന്നത്. Oh, we as individuals are weaklings. We are weak in our own bodies, but what strengthens us is the power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ സഹായത്താലാണ് നാം രക്ഷിക്കപ്പെടുന്നത്, ശരിയാണ്. It is because of the power of the Holy Spirit that we come to believe Christ. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ സ്നാനം നമുക്ക് ലഭിക്കണം. അവിടെ ഇരിക്കുന്ന അനേകർക്ക് ലഭിച്ചിട്ടുണ്ട്, ലഭിക്കാത്തവരുമുണ്ട്. എന്നാൽ അത് എല്ലാവർക്കും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. Some people do have the baptism of the Holy Spirit and some people do not, but each and every one of us should be baptized in the Holy Spirit. എന്നാൽ പരിശുദ്ധാത്മാവിൽ നിറയുക എന്ന് പറയുന്നത് എന്നും നടക്കേണ്ട കാര്യമാണ്. Yet to be filled with the Holy Spirit is not something that happens every day, but it ought to be. അത് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കണം, ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. And this experience needs to come into our lives every single day. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ In Acts chapter 2 verses 4, അവിടെ എഴുതിയിരിക്കുന്നു, ആദ്യം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ദിവസം അവരെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവർ ആത്മസ്നാനം ഉണ്ടായ ദിവസം തന്നെ അവർ ആത്മാവിൽ നിറയുവാനും ഇടയായി എന്നാണ്. and it says that when the Holy Spirit came down on the day of Pentecost, at the time that it came down, they were filled with the Holy Spirit. എന്നാൽ 4-ാം അധ്യായത്തിൽ ആ സെയിം ആൾക്കാർ തന്നെ, But in chapter 4, the same folks who were filled, അതിന്റെ 31-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, verses 31, it says like this. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. After they prayed, the place they were gathered was shaken. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. Everyone was filled with the Holy Spirit and spoke the word of God boldly. ഒരിക്കൽ നിറഞ്ഞതുകൊണ്ട് അങ്ങ് സംതൃപ്തിപ്പെട്ടിരിക്കുകയല്ല. They were not satisfied that they were filled once. അവർക്ക് പ്രോബ്ലം വന്നപ്പോൾ, പെർസിക്യൂഷൻ വന്നപ്പോൾ അവർ പ്രാർത്ഥിച്ചു, ആത്മാവിൽ നിറഞ്ഞു. When they had persecutions, when they had problems, they started worshiping and they were filled with the Holy Spirit. അപ്പോസ്തലപ്രവൃത്തികൾ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, And when you come to Acts chapter 7, പരിശുദ്ധാത്മാവും കൃപയുള്ളവരെയാണ് തെരഞ്ഞെടുത്തത്. ആ കൂട്ടത്തിൽ ഒരാളാണ് സ്തെഫാനോസ്. and there were people
people who were selected, those who had the Holy Spirit, one such person was Stephen. എന്നാൽ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് എറിയുവാൻ ആളുകൾ കൂടി നിൽക്കുമ്പോൾ, But when people were gathered around to stone Stephen, 7-ാം അധ്യായം 55-ാം വാക്യത്തിൽ വായിക്കുന്നു, in chapter 7 verses 55 we read like this. അവൻ ആത്മാവ് നിറഞ്ഞവനായി സ്വർഗ്ഗത്തിലേക്ക് ഉറ്റു നോക്കിയെന്ന്. Oh, he was filled with the Holy Spirit as he looked down to heaven. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തിയിൽ 13-ാം അധ്യായം 9-ാം വാക്യത്തിൽ, In chapters 13 of Acts and verses 9, അവിടെ നേരത്തെ തന്നെ പരിശുദ്ധാത്മാ സ്നാനം അപ്പോസ്തലന് ലഭിച്ചതാണ്. and we see that apostle received the baptism of the Holy Spirit. എന്നാൽ ഇവിടെ വീണ്ടും എഴുതിയിരിക്കുകയാണ്, അവൻ ആത്മാവ് നിറഞ്ഞവനായി തീർന്നു. And we see that when Paul, he was filled with the Holy Spirit again. ആത്മപൂർണനായി അവൻ അവനെ ഉറ്റുനോക്കി, അവിടെ മിറക്കിൾ സംഭവിച്ചു. And as he looked forward, the miracles started happening. ആ 13-ാം അധ്യായം തന്നെ വായിക്കുമ്പോൾ അതിന്റെ 52-ാം വാക്യത്തിൽ verse 52, Verses 52 of chapter 13. ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു എന്നാണ് And എഴുതിയിരിക്കുന്നത്. what we read here, the disciples were filled with the Holy Spirit. ഏത് സമയത്ത് അവർക്ക് പ്രശ്നം വന്നപ്പോൾ, അവർക്ക് യഹൂദന്മാരുടെ എതിർപ്പുണ്ടായപ്പോൾ അവർ ആത്മാവിൽ നിറയുവാൻ തക്കവണ്ണം തീർന്നു. When did they get filled with the Holy Spirit? When the Jews were against them, when they had great persecutions in their life, that is when they were filled with the Holy Spirit. പെന്തക്കോസ്ത് നാളിൽ പത്രോസാണ് നിന്ന് സംസാരിച്ചത്. At the day of Pentecost, it was Peter who preached. എന്നാൽ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, And when you come to chapter 4, അവിടെ പത്രോസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ അവൻ ആത്മപൂർണനായി ആത്മാവിൽ നിറഞ്ഞ് അവിടെ അത്ഭുതം പ്രവർത്തിപ്പാനിടയായി. and in 4 verses 8, we see that Peter, he was filled with the Holy Spirit, and there were great miracles that ആ happened. മൂപ്പന്മാരായുള്ള പ്രമാണികളായുള്ളവരോട് സംസാരിക്കുവാൻ തക്കവണ്ണം ആത്മാവിന്റെ നിറവ് അവനുണ്ടായി. And he had the fullness of the Holy Spirit so that he could speak to the elders. ആത്മാവിന്റെ നിറവ് എന്നും നമുക്കുണ്ടാകണം. Therefore, the fullness and the fulfillment of the Holy Spirit should be there in our lives every day. അതാണ് നമ്മെ നടത്തുന്നത്. That is what keeps us steady. അതാണ് ഇന്ന് ദൈവസഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത്. That is what the Church of God needs today. D.L. മോഡി തന്റെ ഡിസൈപ്പിൾസിനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, And D.L. Moody, as he was training his disciples, അദ്ദേഹം ഒരു ഗ്ലാസ് എടുത്തു. he took a glass. ആ ഗ്ലാസ് എടുത്തിട്ട് ചോദിച്ചു, ഈ ഗ്ലാസിനകത്ത് എന്താണെന്ന്. And he took this glass and he asked him, what is there in this glass? ആളുകൾ തന്റെ അനുയായികളെല്ലാം പറഞ്ഞു, അതിനകത്ത് വായുവാണെന്ന് പറഞ്ഞു. And everybody sitting around said that there was air in this glass. ഈ ഗ്ലാസിനകത്ത് നിന്ന് വായു എല്ലാം പുറത്തു കളയാൻ എന്താ മാർഗമെന്ന് ചോദിച്ചു. And he asked, how can you take this air out of this glass? ഓരോരുത്തരും മറുപടി പറയാൻ തുടങ്ങി. Everyone started answering differently. ഒരാൾ പറഞ്ഞു, ഒരു വാക്യം കൊണ്ടുവന്നിട്ട് ഇതെല്ലാം അങ്ങ് സക്ക് ചെയ്ത് കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. A person said, why don't you bring a vacuum and suck this air out? എന്നാൽ അത് വാക്യം സക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ വാക്യം ഉണ്ടാക്കി ഈ ഗ്ലാസ് പൊട്ടുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. But what could happen is that when this glass is being vacuumed, because of the pressure of the vacuum, this glass can crumble and break. പല ഉത്തരങ്ങൾ പറയുവാൻ ഇടയായി തീർന്നു. Many such answers were given. എന്നാൽ അദ്ദേഹം ഒരു പാത്രം എടുത്തു, ഒരു പിച്ചർ എടുത്തു. But he took a jar. അതിനകത്ത് നിറച്ച് വെള്ളമുണ്ടായിരുന്നു. And the jar was filled with water. അദ്ദേഹം ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. And he started pouring this into the glass. ഗ്ലാസ്സിൽ മുഴുവൻ വെള്ളം നിറഞ്ഞു. And the glass was filled with water. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനി ഇതിനകത്ത് വായു ഉണ്ടോ എന്ന് ചോദിച്ചു. And then he asked and showed them, is there any air in this glass? അതിനകത്ത് എയർ എല്ലാം പോയി, കാരണം അതിനകത്ത് വെള്ളം നിറഞ്ഞതുകൊണ്ട്. All the air that was in the glass has gone out because there is water inside. അകത്തെ എയർ സക്ക് ചെയ്യുന്നത് ചിലപ്പോഴൊക്കെ ഫലിച്ചെന്ന് വരും. Sometimes you can suck the air out of this glass. ജീവിതത്തിലുള്ള പാപങ്ങൾ, ജീവിതത്തിൽ മുറുകെ പറ്റുന്ന പാപങ്ങൾ, അശുദ്ധികളൊക്കെ അതിനെതിരെ പ്രസംഗിക്കുകയും അതിനെതിരെ എന്തെങ്കിലുമൊക്കെ ശിക്ഷയൊക്കെ വന്നാൽ കുറച്ചൊക്കെ വർക്ക് ചെയ്തെന്ന് വരും. And sometimes the sin that is in your life, that is in the glass, that is our body, can be sucked out. Sometimes that might work. എന്നാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോഴാണ് ജീവിതത്തിൽ മാറേണ്ടതെല്ലാം മാറുവാൻ, നീങ്ങേണ്ടതെല്ലാം നീങ്ങുവാൻ നമുക്കിടയാകുന്നത്. Oh, but it is when the water that is the Holy Spirit that is poured out into our lives is filling us, that is when the sin, that is the air that will be taken out from us. ആത്മ നിറവിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. We need to have the fullness of the Holy Spirit, that experience in our lives. അതാണ് ഈ ദിവസങ്ങളിൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. That is what God wishes in our lives. നമുക്ക് ചെയ്യാൻ വയ്യാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് സഹായത്തിന് നമുക്കുണ്ട്. And Holy Spirit is there to help us to do things that we think that we cannot. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയുന്നില്ല. You might not know how to pray correctly.
speak. എന്നാൽ പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിൽക്കുന്നു. But our Holy Spirit teaches us. നമുക്ക് ദൈവത്തോട് സംസാരിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ബെസ്റ്റ് മീഡിയയാണ് ആത്മാവിൽ ദൈവത്തോട് ഇടപെടുവാൻ കഴിയുന്നത്. The best media that God has given us to conversate with Him is the Holy Spirit. അന്യഭാഷയിൽ സംസാരിക്കുവാൻ ഇടയാകുന്നത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയതും നല്ലതുമായ ഒരു ഗിഫ്റ്റ് ആണെന്നാണ് എന്റെ വിശ്വാസം. I believe that it is the greatest gift that God has given us, that is speaking in tongues to God. എന്നാൽ നാം അത് യൂസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. But it is our responsibility to use it. നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ ഉപകരണങ്ങൾ, കമ്പ്യൂട്ടർ അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ അതിനകത്തെ പാർട്സുകളും അതിന്റെ വേടുകളും ഒക്കെ സാധാരണക്കാരായ എന്നെ പോലുള്ളവർക്ക് മനസ്സിലാക്കാൻ പലതും വിഷമമാണ്. The different technologies that we use today, the computers and the different technologies that is around, it is very hard for somebody like me to understand most of it. എന്നാൽ ചില എക്യുപ്മെന്റ്സ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് അതിനകത്ത് വർക്ക് ചെയ്യുന്നവർക്ക് അതിന്റെ ക്ഷേമം അറിയാം, വേഡിങ് അറിയാം, അതിന്റെ പ്രോബ്ലം എന്താണെന്ന് അറിയാം. നമുക്കിതൊന്നും അറിയത്തില്ല. അവര് വന്ന് ഫോണിൽ സംസാരിക്കുമ്പോൾ ആ വേടുകളൊക്കെ പറയുന്നത് കേൾക്കാം. And you see that people who are very experienced in these electronics, when they look at it, it is very simple to them. They might use words that we might not understand. നമ്മുടെ ജീവിതത്തിലെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് There are many things in our life such as that we cannot understand. നമ്മുടെ കുടുംബത്തിലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല. There are many things in our family that we cannot understand. ഇന്നെന്താണ് നമ്മെ ഫേസ് ചെയ്യാനിരിക്കുന്നത് നമുക്ക് അറിയത്തില്ല. We do not know what is yet to face us in our life. ഇതെല്ലാം അറിയുന്ന ഒരു പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടിയുണ്ട്. Oh, but there is a Holy Spirit that knows everything. ദൈവത്തോട് സംസാരിക്കുന്ന പരിശുദ്ധാത്മാവിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു. Who speaks in the tongues, who speaks in the Holy Spirit, speaks to God Himself. മനുഷ്യ ബുദ്ധിക്ക് മനസ്സിലാകാത്ത ഒരു ലാംഗ്വേജ് ദൈവം നമുക്ക് തന്നിട്ടുള്ളതാണ്. അന്യഭാഷയിൽ സംസാരിക്കാനുള്ളത് അത് നമ്മുടെ ജീവിതത്തിന് ബലമാണ്. It is a language that God Himself has given us so that we can conversate with Him, so that we can have oneness with God. ഈ ആഴ്ചയില് ഞാൻ ഒരുപാട് ചിന്തിച്ച ഒരു തമാശ ഉണ്ടായി. There is a funny thing that I thought about this week. ഞങ്ങളുടെ ജോഷ് ഒരു ദിവസം വളരെ ലേറ്റ് ആയിട്ടാണ് വീട്ടിൽ നിന്ന് പോയത്. Josh went somewhere very late from home. പോയിട്ട് കുറച്ചു നേരം കഴിഞ്ഞിടയ്ക്കും കണ്ടില്ല. And after some time he did not come back. സാധാരണ ചെയ്യുന്നത് പോലെ അവന്റെ മമ്മി തന്നെ അവനെ ഫോൺ വിളിച്ചു. And usually his mother calls him. She did so this time. ഈ പ്രാവശ്യം ഫോൺ വിളിച്ചപ്പോൾ വോയിസ് മെയിൽ വന്നതെന്ന് എന്നോട് പറഞ്ഞു. And she told me that this time when I called him, the voicemail answered. സാധാരണ എങ്ങനെയാ വരുന്നത്? And usually that's how it is. ഇപ്പോഴ് അവന്റെ ശബ്ദം ഒന്നും കേട്ടില്ല, കീന്നൊരു ശബ്ദമേ കേട്ടുള്ളൂ എന്ന് പറഞ്ഞു. And he said that I did not hear his voice. There was a small other sound. എനിവേ അവള് മെസ്സേജ് ഇട്ടു. She left a message for him. വളരെ ശക്തമായ മെസ്സേജ് ആയിരുന്നു. And it was a strong message. അവരെ പറയാവുന്ന രീതിയിലല്ല വഴക്ക് പറഞ്ഞ മെസ്സേജ് ഇട്ടത്. And the message was scolding him. അടുത്ത ദിവസം രാവിലെ ഞങ്ങൾക്ക് ഒരു ഫോൺ കോൾ വന്നു. Next day morning there was a phone call from him. അത് കണച്ചിക്കട്ടിൽ നിന്നാണ് വന്നത്. It came from Connecticut. വിളിച്ചു വെച്ചു, ആന്റി ഇന്നലെ രാത്രി എന്നെ ഇങ്ങോട്ട് വിളിച്ചായിരുന്നു എന്ന് ചോദിച്ചു. I did ask Andy to call me here. പറഞ്ഞു അപ്പോഴാണ് മനസ്സിലായത് ജോഷിന് ഇട്ട മെസ്സേജ് കണച്ചിക്കട്ടിലെ സാജുവിനാ കിട്ടിയത്. Given that George was gotten by somebody in Connecticut. അപ്പോഴാണ് സാലിക്ക് മനസ്സിലായത് ഫോൺ റോങ് ആയിട്ടാണല്ലോ പോയത്. ജോസിനെ വഴക്ക് പറഞ്ഞതെല്ലാം അദ്ദേഹത്തിനാണല്ലോ കിട്ടുക. That is when my wife understood that whatever I have scolded him, actually it is in somebody else's voicemail. ഞാനത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് എന്താ കുഴപ്പമെന്ന്. And I investigated and found out what happened. ഞങ്ങളുടെ ഫോണില് കുറച്ച് നമ്പരൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. There are few numbers that are stored in our phone. അതിന്റെ 26ാമത്തെ നമ്പർ സാജുവിന്റെ നമ്പരാ. And 26th number on that is Brother Sajul. 267 എന്ന് ഡയൽ ചെയ്ത് 26 ചെയ്തേച്ച് പിന്നെ എന്തോ ചെയ്തെന്ന് എനിക്ക് അറിയത്തില്ല. എനിവേ അത് അവിടെ ചെന്ന് അവർ ഉറങ്ങുമായിരുന്നു, അതുകൊണ്ട് കേട്ടില്ല. രാവിലെ ശ്രദ്ധിച്ചപ്പോൾ ഈ വഴക്കല്ല കേട്ടത്. And what happened is that he started punching the number, did not know what happened. The number was messed up, but they got that voicemail. ഞാൻ ഈ ആഴ്ചയൊക്കെ ചിന്തിക്കാൻ ഇടയായി തീർന്നു. And I was thinking about this all throughout the week. നമ്മൾ ഈ ഫോൺ വിളിക്കുന്നതും ഒക്കെ ഇങ്ങനെ തെറ്റുകയാണെങ്കിൽ നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നതൊക്കെ കറക്റ്റ് ആയിട്ട് അവിടെ ചെല്ലുന്നുണ്ടോ? And if the phone calls that we make can be wrong, with the communication that we have with God, can that also be messed up sometimes? പ്രാർത്ഥനയൊക്കെ പലപ്പോഴും മറുപടി കിട്ടുമ്പോഴാണ് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കേണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നുന്നത്. Many times when we get the answers to our prayers is when we think that we do not have to pray that much. അതിന്റെ മറുപടിയാണ്
വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയുന്നില്ല. എന്നാൽ നമുക്ക് തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവ്. The answer to that problem is that you do not know how to pray yourself. Therefore God has sent the Holy Spirit for you. ആത്മാവിന്റെ നിയന്ത്രണത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ നാം അത് ചെയ്യുമ്പോൾ അസാധ്യമായ കാര്യങ്ങൾ, നമ്മുടെ ചിന്തയ്ക്കപ്പുറമായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നതാണ്. Oh, when you pray with the control and the power of the Holy Spirit right next to you, you can attain things that you'd never imagine that you could have. അപ്പോൾ എഫേസ്യ ലേഖനം 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, And when we come to Ephesians chapter 5, അതിന്റെ 18-ാമത്തെ വാക്യം നമുക്കറിയാവുന്ന വാക്യമാണ്. we know what verses 18 is. അവിടെ എഴുതിയിരിക്കുന്നു, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, And do not be drunk by drinking wine. എന്നിട്ട് അടുത്തെഴുതിയിട്ടുണ്ട്, ആത്മാവ് നിറഞ്ഞവരാകണം. And it says that you need to be filled with the Holy Spirit. ഇത് കർത്താവിന്റെ കൽപ്പനയാണ്. And this is the commandment of God. വീഞ്ഞു കുടിച്ച് മത്തരാകരുത് എന്നുള്ള കർത്താവിന്റെ കൽപ്പനയാണ്. What God says, do not be drunk drinking wine. അത് നമ്മൾ അനുസരിക്കുന്നവരാ. And we obey that. എന്നാൽ അതിന്റെ രണ്ടാം ഭാഗമുണ്ട്. But there is a second part to that verse. ആത്മാവിൽ നിറയണം. You have to be filled with the Holy Spirit. അതിന് നാം വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ലല്ലോ. And most times we do not give importance to that portion. ഒരു ദൈവദാസൻ, ഞാൻ എക്സാക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല, അദ്ദേഹം പറഞ്ഞ എങ്ങനെയാണ്, ആരെങ്കിലും വീഞ്ഞു കുടിച്ചാൽ ഡിസിപ്ലിൻ ചെയ്യാറുണ്ട്, ആത്മാവ് നിറയാത്തവരെ സഭയൊന്നും ഡിസിപ്ലിൻ ചെയ്യാറില്ലല്ലോ. And it says that I remember very clearly a pastor said that because you do not drink wine, they do not discipline him. But if you are not filled with the Holy Spirit, you should discipline them. മദ്യപിക്കരുതെന്നുള്ളത് പോലെ തന്നെ അതിനോട് ചേർത്തുള്ള കാര്യമാണ് ആത്മനിറവുള്ളവരായിരിക്കണമെന്നുള്ളത്. And just like that, you do not get drunk. It is equally important that you need to be filled with the Holy Spirit. 5-ാമത്തെ എഫേസ്യർ 5-ന്റെ തന്നെ 16-ാം വാക്യത്തിൽ ഇത് ദുഷ്കാലമാണെന്ന് എഴുതിയിട്ടുണ്ട്. In Ephesians 5 verses 16 says that it is troubled times right now. നാം ദൈവ വിളിക്ക് യോഗ്യരായി നടക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. It says that we need to be walking in the Spirit and the calling of God. എഫേസ്യ ലേഖനം ആരംഭം മുതൽ വായിച്ചു വരുമ്പോൾ നാം ഒരു വിശ്വാസിക്ക് യോഗ്യമായ രീതിയിൽ, വിളിക്ക് യോഗ്യമായി, വെളിച്ചത്തിന്റെ മക്കളായി, അങ്ങനെ പല രീതിയിലുള്ള ജീവിതത്തിന്റെ നടപ്പിനെ കുറിച്ചൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. All throughout the book of Ephesians we see that the walk that we need to have with Christ and in our own life during these days. എന്നിട്ടാണ് 18-ാം വാക്യത്തിൽ പറയുന്നത്. And after all of this is said in, and after that comes verses 18. ആത്മാവ് നിറഞ്ഞവരാകണം. Oh, you need to be filled with the Holy Spirit. ആത്മനിറവിന്റെ അനുഭവം ആവശ്യമാണ്. You need to have the experience of being filled with the Holy Spirit. ആ വാക്യം തന്നെ നാം പഠിച്ചാൽ അതിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ആത്മനിറവിന്റെ അനുഭവം അത് നമുക്ക് തന്നെ ലഭിക്കുകയില്ല, ദൈവം തന്നെങ്കിലേ കഴിയുള്ളൂ. And it is not something that we can attain ourselves, but to be filled with the Holy Spirit has to be granted by God. ദൈവമാണ് ആത്മാവിൽ നിറയ്ക്കുന്നത്. God is the one who fills us with the Holy Spirit. നമ്മൾ അതിനുവേണ്ടി ആഗ്രഹിക്കണം. And we have to wish for that in our lives. നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. We need to pray for that in our lives. അതിനുവേണ്ടി ഒരുക്കപ്പെടണം. We need to prepare ourselves for that in our lives. രണ്ടാമതായി നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഇത് എല്ലാവർക്കും ഉള്ളതാണ്, ഒരു കൂട്ടർക്ക് മാത്രമുള്ളതല്ല. The second thing we can understand from that, this is for every single person, not for a selected group. ഇവിടെ ഇരിക്കുന്ന ആരെയും അതിനകത്തൊന്നും എക്സ്ക്ലൂഡ് ചെയ്തിട്ടില്ല. No one sitting here is excluded from this. എല്ലാവർക്കും അത് ആവശ്യമാണ്. It is needed by every single person sitting here. നമുക്ക് തന്നെ നിറയുവാനായിട്ട് കഴിയില്ല. We cannot be filled with the Holy Spirit ourselves. എന്നാൽ നിറയ്ക്കുവാൻ കഴിയുന്ന പരിശുദ്ധാത്മാവാണ്. But who can fill you is the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ച് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. It is very important that we need to be filled with the Holy Spirit before we go forward. ഇന്ന് ദൈവസഭയ്ക്കുള്ള കുഴപ്പം, ദൈവസഭ ഭൗതികമായ ഒരുപാട് നേട്ടങ്ങളുണ്ട്, പക്ഷേ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കുറവാണ്. The problem with the church of today is that they have so many financial and material blessings, but they do not have the fullness and the filling power of the Holy Spirit in their churches. അർജന്റീന ബ്യൂണസ് അയേഴ്സിലെ ഒരു ചർച്ചിന്റെ പാസ്റ്ററെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. I heard about a pastor in Buenos Aires in Argentina. അദ്ദേഹത്തിന്റെ ചർച്ച് വളരെ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. His church was a growing church. എന്നാൽ അദ്ദേഹത്തിന് അതുകൊണ്ടൊന്നും ഒരു തൃപ്തി വന്നില്ല. But he was not satisfied. 600 മെമ്പേഴ്സ് ആയപ്പോൾ അദ്ദേഹം കുറെ ദിവസം പ്രാർത്ഥിക്കാനായിട്ട് പോയി. When it was about 600 members in his church, he started praying. പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്നോട് സംസാരിച്ചു. When he was praying, God started speaking to him. ദൈവം പറഞ്ഞു, നിന്റെ ചർച്ച് വളർന്നിട്ടില്ലെന്ന്. And God said, your church has not grown. നിന്റെ ചർച്ച് ഫാറ്റ് ആയതാണെന്ന്. And your church has just become fat. ദൈവസ്നേഹം ഒന്നുമില്ലാത്ത കുറച്ചു പേര് നിന്നോട് ഉണ്ടായിരുന്നു, കുറച്ചുകൂടെ ദൈവസ്നേഹം ഇല്ലാത്തവർ കൂടി ഇത് സഭ വളരുകയല്ല, ഫാറ്റ് ആകുകയാണെന്ന്. And few people who did not love God were with you before, and so many more people just joined along with you. Therefore, your church did not grow; it just became fat.
എന്നാൽ അദ്ദേഹം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. But he started praying unto God. ആത്മാവ് ഗൈഡ് ചെയ്ത പോലെ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങി. He started working according to the counsel of the Holy Spirit. 600 200 മെമ്പേഴ്സ് അങ്ങ് പോയി. And 200 people from the 600 left. 600 200 അങ്ങ് പോയി, 400 ശേഷിച്ചു. There were only 400 people left after that. എന്നാൽ അദ്ദേഹം വീണ്ടും ദൈവാത്മാവ് ഗൈഡ് ചെയ്ത പോലെ ചെയ്യാൻ തുടങ്ങി. But again, according to the counsel of the Holy Spirit, he started praying. കുറച്ചാളത്തേക്ക് ചർച്ച അടച്ചിട്ട് അദ്ദേഹം. And for some time he closed that church. രാജ്യത്തെ പെർസിക്യൂഷൻ വന്നാൽ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെന്നുള്ളതിന് ഗൈഡ് ചെയ്യാൻ വേണ്ടിയാണ്. And it is because he could guide so that if there's a persecution in the land, how to handle that. എന്നാൽ അനേക സെൽഫ് പ്രേയേഴ്സുകൾ തുടങ്ങി. But there were many small self prayers that started and established. അനേക ഡിസൈപ്പിൾസിനെ, ശിഷ്യന്മാരെ വാർത്തെടുക്കുവാൻ തക്കവണ്ണം ട്രെയിൻ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. He was able to capture many disciples and train them in the word of God. അതിന്റെ ഫലമായി വളരെ 1200 മെമ്പേഴ്സ് പെട്ടെന്ന് ആ ചർച്ചിൽ വർദ്ധിക്കുവാൻ തക്കവണ്ണം ഇടയായി. And as a result, there was more than 1200 people that gathered in that church. ദൈവാത്മാവിന്റെ പ്രവർത്തനമാണ് ദേശത്ത് ദൈവത്തിന്റെ വിടുതൽ നടക്കുവാൻ ആവശ്യമായി. It is the work of the Holy Spirit that's needed to have needed so that there could be a miracle in the land. നമുക്ക് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾ ആവശ്യമാണ്, നല്ലതാണ്. It is good that we need educated and talented people. നമുക്ക് ചർച്ചിന് പണം ആവശ്യമാണ്, പണം കൊടുക്കേണ്ടത് ആവശ്യമാണ്, അത് നല്ലതാണ്. It is important that we need to spend for the church and support the church financially. എന്നാൽ ഇതൊന്നും അല്ല ദൈവസഭ വളരുവാൻ കാരണമായിരിക്കും. But none of these are the reasons why a church should grow. അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകണം. Along with all of this, the work of the Holy Spirit should be evident in every church. ആത്മാവിന്റെ ശക്തിക്കായി നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. And let us submit ourselves so that the Holy Spirit might work in us. കാലിഫോർണിയയിലെ ഫുള്ളർ തിയോളജിക്കൽ സെമിനാരിയിൽ In the Fuller Theological Seminary in California, പീറ്റർ വാഗ്നർ എന്ന് പറയുന്ന ദൈവദാസൻ, ഒരു പ്രൊഫസർ, പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത കാര്യം ഞാൻ ഇതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഓർപ്പിച്ചിട്ടുണ്ട്. several years ago I talked about this great man who was there. His name is Peter, who teach people there. പീറ്റർ വാഗ്നർ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ സയൻസ് ആൻഡ് വണ്ടേഴ്സ് ടുഡേ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലുണ്ട്. In a book called Science and Wonders, there are many things that he talks about. അദ്ദേഹം പറയുന്നു, ദൈവസഭയിൽ ആരാധനയ്ക്ക് മടി കാണിക്കാത്ത, ഏത് രീതിയിൽ ദൈവാത്മാവ് നടത്തുന്ന പോലെ ആരാധിക്കുന്ന സഭകളെ വളർന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. And he said that the only church that grew in this land are the churches who gave importance to worship and worshiped in the Holy Spirit. ആദ്യ നൂറ്റാണ്ടിലെ ചില അനുഭവങ്ങളെ കുറിച്ച്, ആദ്യത്തെ 100 വർഷത്തിലെ ചർച്ചിന്റെ കാര്യങ്ങളെ കുറിച്ച് അത് ഇങ്ങനെയാണ് ഗവേഷണം ചെയ്ത് എഴുതിയിരിക്കുന്നത്. And after doing his research, he talks about the first century church and the first 100 years of the church growth. അവിടെ എഴുതിയിരിക്കുന്നു, കൂട്ടുവിശ്വാസികൾ ആരെങ്കിലും രോഗികളായ ആ രോഗിക്ക് സൗഖ്യം പ്രാപിക്കേണ്ടത് എന്റെ കടമയാണെന്ന് ചിന്തിക്കാത്ത ഒറ്റ സഹോദരന്മാർ പോലും ഇല്ലായിരുന്നു. And what he says that if one of my brethren is sick, if you think that he shouldn't be healed, or if you do not have a burden for him, such a person should not be a member of the church. ഐറേനിയസ് എന്ന് പറയുന്ന AD 140 203 വരെ ജീവിച്ചിരുന്ന ആ സഭാപിതാവ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. And Irenaeus, who lived during that time, wrote like this. അദ്ദേഹം പറയാണ്, അന്നുള്ള സഭകളിൽ ചില സഹോദരന്മാര് prophetic gifts ഉള്ളവരായിരുന്നു, പ്രവചനപരമുള്ളവരായിരുന്നു. In the church of those days, some brethren used to have the gift of prophecy. അനേക വിവിധ ഭാഷകൾ അവർ സംസാരിക്കുമായിരുന്നു. And they used to speak in different languages. മനുഷ്യരുടെ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. And they used to prophesy things that were hidden from men. ദൈവത്തിന്റെ മിസ്റ്ററീസ് അവർ ഡിക്ലെയർ ചെയ്യുമായിരുന്നു. And they used to declare and show the mysteries of God. അവരെ സ്പിരിച്വൽ ആത്മീയർ എന്നുള്ള പേരിൽ തന്നെയാണ് വിളിച്ചിരുന്നത്. And they were being called as holy. അങ്ങനെ അദ്ദേഹം ചരിത്രം ഇങ്ങോട്ട് എഴുതി വരുമ്പോൾ പറയുകയാണ്. And as he's writing on this all throughout this, and he's saying like this. 1759 മെയിൽ ജോൺ വെസ്ലി ഒരു മീറ്റിംഗിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു. In 1759, John Wesley said like this about a meeting. അവിടെ പറയാണ്, പ്രായമുള്ളവരും കുഞ്ഞുങ്ങളും ദൈവാത്മാവിന് കീഴിലായി. And there were old people and young alike. They were filled with the Holy Spirit. അവരെ വിറയ്ക്കുവാൻ തുടങ്ങി. And they started shivering. അവർ തറയിൽ വീണു, മരിച്ചവരെ പോലെ കിടന്നു. And they started falling onto the floor like dead people. അവിടെ കിടന്നുകൊണ്ട് നിലവിളിച്ച് കരഞ്ഞ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. On the floor they started crying, worshiping and crying out unto the Lord.
കെൻഡക്കിയിൽ അനേക വർഷങ്ങൾക്ക് മുമ്പ് 1800-ൽ വലിയ ഉണർവുണ്ടായി. In 1800s there was a great revival going on in Kentucky. പ്രസ്ബിറ്റേറിയൻ ചർച്ചിൽ നടന്ന സംഭവമാണ്. And this happened in a Presbyterian church. അവിടെ എഴുതിയിരിക്കുകയാണ്, physical manifestations and speaking in tongues made it like the day of Pentecost, and none was careless or indifferent. പ്രസ്ബിറ്റേറിയൻ ചർച്ചിൽ 1-ാം നൂറ്റാണ്ടിലെ പോലെ അന്യഭാഷ പറയുന്നവരും ആത്മാവിന്റെ പ്രവർത്തനങ്ങളും അവിടെ ഒന്നുണ്ടായെന്നാണ് എഴുതിയിരിക്കുന്നത്. And what is written is that during that time in the 1800s in that Presbyterian church, just like it was in the first century, there was the work of the Holy Spirit. അനേക വർഷങ്ങൾക്ക് മുമ്പ് സ്വീഡനിൽ ലെവി പത്രോസ് എന്ന് പറയുന്ന ഒരു മഹാനായ ദൈവദാസൻ ജീവിച്ചിരുന്നു. And there was a man by the name of Levi Peter who lived. അദ്ദേഹം ബാപ്റ്റിസ്റ്റുകാരനായി. And he was a Baptist. എന്നാൽ സാൽവേഷൻ ആർമിയിലെ ഒരാൾ തന്നെ സന്ദർശിച്ചപ്പോൾ, But when a person from the Salvation Army came to meet him, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസം വന്നു. there were great changes that happened in his life. ഹീലിംഗ് മിനിസ്ട്രി ഉണ്ടാകുവാൻ തക്കവണ്ണിടയായി തീർന്നു. He got the gift of the healing ministry. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, കണ്ണിലൂടെ കണ്ണുനീര് വരാൻ തുടങ്ങി. And he started writing like this, is that my ears started tearing. അതിന്റെ എന്റെ ഉള്ളിൽ സന്തോഷം അങ്ങ് വളരെ ശക്തമായി തീർന്നു. And the happiness that was in me started growing. ശരീരത്തിലൂടെ ഒരു വലിയ കറണ്ട് പോലെ പാസ് ചെയ്തു. And there was a great current that started flowing within me. ഇതുവരെ പറയാത്ത മറ്റു ഭാഷകൾ സംസാരിക്കുവാൻ തുടങ്ങി. There were many languages that I've never spoken before that I started to speak. ലെവി പത്രോസിനെ സ്വീഡനിൽ മാത്രമല്ല ലോകത്തിലെ അനേക രാജ്യങ്ങളിൽ ദൈവം ശക്തമായി ഉപയോഗിച്ചു. Levi Peter was not just used in Sweden but across the different countries of the world. ദൈവത്തിന്റെ ആത്മാവിന്റെ നിറമാണ് നമുക്ക് The ആവശ്യമായിരിക്കുന്നത്. Spirit and the fullness of the Holy Spirit is what we need in our lives. അടുത്ത ദിവസം ഞാനൊരു ആർട്ടിക്കിൾ ഇങ്ങനെ വായിക്കുവാനിടയായി The തീർന്നു. other day I was reading an article. നിങ്ങൾക്കും ഓൺലൈനിൽ പോയാൽ അത് മലയാളത്തിൽ വായിക്കാം. And if you go online you can probably read that in Malayalam. പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ കണ്ടുപിടിച്ച ഒരു ഗവേഷണ ഫലമാണ് എഴുതിയിരിക്കുന്നത്. And it talks about a finding that came into a professor from Pennsylvania University. മെഡിക്കൽ സ്കൂൾ റേഡിയോളജി സൈക്കാട്രിസ്റ്റ് വിഭാഗം പ്രൊഫസർ ആൻഡ്രൂ ന്യൂബർഗ് എന്ന് പറയുന്ന ആള് ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ച ഒരു കാര്യമാണ്. Andrew Newberg, he did a research in Pennsylvania University and came to a finding. അന്യഭാഷകൾ സംസാരിക്കുന്നവരെ കുറിച്ചൊക്കെ ഒത്തിരി കഥകളൊക്കെ ഉള്ളതുകൊണ്ട് അത് സ്റ്റഡി ചെയ്യാൻ താൻ തീരുമാനിച്ചു. Because there were great stories about people who spoke in tongues, he started doing a research. മറ്റു മതങ്ങളിലും ധ്യാനിച്ചിരിക്കുന്നവരെയും യോഗ അഭ്യസിക്കുന്നവരെയും ഒക്കെ ചേർത്താണ് താൻ പഠിച്ചത്. And he studied different other sects and he also studied different other people who also practice yoga and such. എന്നാൽ അദ്ദേഹം പഠിച്ചു വന്നപ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഒരു പ്രത്യേക ഭാഗമുണ്ട്, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് സെന്റർ എന്ന് പറയുന്ന ഒരു ഭാഗം. So what he studied was that there was a particular area in our brain called speech and language. അവിടെ സംസാരവും ഭാഷയും നിയന്ത്രിക്കുന്ന ഒരു ഭാഗമാണ് ബ്രെയിനിൽ. It is that part that controls the language and everything that we speak that is in our brain. രക്ഷിക്കപ്പെട്ട ആത്മാവിന്റെ നിയന്ത്രണത്തിൽ അന്യഭാഷ പറയുന്നവരുടെ ബ്രെയിനും അല്ലാതുള്ളവരുടെ ബ്രെയിനും തമ്മിൽ അദ്ദേഹം സ്റ്റഡി ചെയ്യുകയാണ്. He started studying the brains of those who were worshiping in the Holy Spirit and speaking in tongues and another person who did not have that experience. അതിന്റെ ചുരുക്കം ഞാനങ്ങ് പറയട്ടെ. Let me tell you, Kachor. അതിന്റെ ചുരുക്കം ഇങ്ങനെയാണ്. What it says is like this. ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷയിൽ സംസാരിക്കുന്നവരുടെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജസ് ആൻഡ് ബ്രെയിനിന്റെ അത്രയും ഭാഗം ആ സമയത്ത് നിശ്ചലമാണ്. ഇറ്റ്സ് നോട്ട് മൂവ്മെന്റ് അറ്റ് ഓൾ. ഒന്നും അവിടെ സംഭവിക്കുന്നില്ല. The speech and regulatory patterns of everything that you need to say, a person who is filled and speaking in tongues, that part of the brain at that time does not do anything he says. മറ്റ് ധ്യാനങ്ങളൊക്കെ ചെയ്യുന്നവരുടെ ബ്രെയിൻ ടച്ച് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്തപ്പോൾ അവിടേക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. And everybody else who follows so many other things, when he examined that part of the brain, he saw that there was a certain activity. എന്ന് പറഞ്ഞാൽ അതിന്റെ ചുരുക്കം അന്യഭാഷകൾ സംസാരിക്കുമ്പോൾ മാനുഷിക ബുദ്ധി ഒന്നും അവിടെ പ്രവർത്തിക്കുന്നില്ല. ഈ ബ്രെയിൻ ഒന്നും ചെയ്യുന്നില്ല. അത് ദൈവമായുള്ള കോണ്ടാക്ട് ആണ്, ദൈവമായുള്ള സംസാരമാണ്. That means that there is no contact with this physical body, and it is not the physical body that enables you to speak in tongues, but it is the direct contact by God. ബർന്നബാസ് ആത്മനിറവുള്ളവനായിരുന്നു. And Barnabas was filled with the Holy Spirit. അപ്പോസ്തല പിതാക്കന്മാർ ആത്മനിറവുള്ളവരായിരുന്നു. I know all these forefathers, great saints, were filled with the Holy Spirit. നമുക്ക് ചില മിനിറ്റുകൾ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാൻ സമയമെടുക്കാം. This morning, let us examine ourselves. This
morning. ചില മിനിറ്റുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. Let us look into our own lives. നമുക്ക് പെന്തക്കോസ്തുകാരെന്ന പേരുണ്ട്. And we have names and labels as Pentecostals. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് ആത്മനിറവിന്റെ അനുഭവം ഒരിക്കൽ പ്രാപിച്ചിട്ടുള്ളവരാണ്. Maybe you might have received the gift of the Holy Spirit once in your life. എന്നാൽ ഇന്ന് എങ്ങനെയായിരിക്കുന്നു? But today, what is your condition? പലരുടെയും ജീവിതത്തിൽ ഇതുവരെ ഈ അനുഭവം പ്രാപിച്ചിട്ടില്ലായിരിക്കും. Some people sitting here might not even have had the experience before. അന്യഭാഷയെക്കുറിച്ച് ആത്മനിറവിനെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ അവരെ കുറിച്ചല്ല എന്നുള്ള ഒരു ചിന്ത സ്വാഭാവികമായിട്ട് ചിലപ്പോൾ വരാം. When you talk about the Holy Spirit and speaking in tongues, you might think that this is not for me. അത് അത്ര സന്തോഷകരമായി അവരുടെ ഉള്ളിൽ തോന്നാറില്ല. And you might not feel so excited about it. എന്നാൽ ദൈവമക്കളെ ഞാൻ ഓർപ്പിക്കട്ടെ, But let me remind you once again, dear children of God. ഈ അനുഭവം പ്രാപിച്ച മിക്ക ആളുകളും ഒരിക്കൽ ഇങ്ങനെ ചിന്തിച്ചിരുന്നവരാണ്. And everyone who had this experience in their life also thought the same way as you do. എന്നാൽ ഒരിക്കൽ ഈ അനുഭവത്തിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കിയിട്ടുള്ളത്. But once you come into this experience is when you tasted the difference. അതുകൊണ്ട് എല്ലാവരും ഇത് ആഗ്രഹിക്കണം. Therefore, everyone should wish for this. എല്ലാവരും അതിനായി പ്രാർത്ഥിക്കണം. Everyone should pray for this. നമുക്ക് എല്ലാവർക്കും ആത്മനിറവിന്റെ അനുഭവം ആവശ്യമാണ്. Let us all have this Holy Spirit. അതിനുവേണ്ടി ആരെയും നാം കാത്തിരിക്കേണ്ട കാര്യമില്ല. Therefore, you do not have to wait for anyone for that. ഒരു മനുഷ്യരും ഒരു ശുശ്രൂഷകരും വന്നില്ലെങ്കിലും ദൈവത്തിന് അത് അറിയാൻ കഴിയും. Even though there is no great preachers that come here, God can give that to you. ദാഹിക്കുന്ന ഏവനും വരട്ടെ. And anyone who thirsts, come unto me. ഇച്ഛിക്കുന്നവൻ സൗജന്യമായി വാങ്ങി കുടിക്കട്ടെ. And everyone who wishes, you can drink as much as you want. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് And the person who believes in Him, ജലത്തിന്റെ നദികൾ ഒഴുകും. all the living water will flow out through Him. ഇത് തന്നിൽ വിശ്വസിക്കാനുള്ളവർക്ക് പകരുവാനുള്ള ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. It talks about the Spirit that you need to pour out into others. നാം ഇതുവരെ അനുഭവിക്കാത്ത അനുഭവം പരിശുദ്ധാത്മാവിൽ നമുക്കുണ്ട്. നമുക്കത് പ്രാപിക്കണം. And we need to attain that from the Holy Spirit. If you have not yet done so, let us pray for it. ഇന്ന് വാക്കാനായി നമുക്ക് ഏൽപ്പിച്ചു Let കൊടുക്കാം. us submit ourselves this morning for it. ചില മിനിറ്റുകളൊന്ന് പ്രാർത്ഥിക്കാം. Everyone, let us close our eyes and pray. കർത്താവ് ഇതുവരെ എനിക്ക് അനുഭവം ലഭിച്ചിട്ടില്ല, എന്നാൽ ഈ ദിവസങ്ങൾ എനിക്ക് തരണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. Let us earnestly pray, God, I did not experience it in my life. These days I need to experience your Holy അതിന് Spirit. തടസ്സമായി നിൽക്കുന്ന എല്ലാ ചിന്താഗതികളും അതിന് തടസ്സമായി നിൽക്കുന്ന ജീവിതത്തിലെ എല്ലാ കുറവുകളും മാറ്റുവാനായി നമുക്ക് അപേക്ഷിക്കാം. Let us pray to God that everything that hinders this from establishing in my life, Lord, please remove that from me. ഇന്ന് ഈ അനുഭവം കഴിഞ്ഞ നാളുകളെ പോലെ ഇല്ലാതിരിക്കുന്നവർ, And many times when you do not have that experience like you had once before, നമുക്കത് പ്രാപിച്ചേ മതിയാകുള്ളൂ. we have to re-attain that once again. മുന്നോട്ട് പോകാൻ ആ ശക്തി ആവശ്യമാണ്. And to go forward, you need that strength in your life. ആവശ്യമില്ലെങ്കിൽ ദൈവം തരികയില്ലായിരുന്നു. And if it was not needed, God would not have given that to you. വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണിത്. And if to everyone who believes, this is for them. ശക്തി ലഭിച്ചിട്ട് സാക്ഷികളാകണമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. The Lord says that you have to attain power and be my testimony. അത് അനേകരുടെ ജീവിതത്തിൽ പല അളവില് പല രീതിയിലാണ് ദൈവം പകരുന്നത്. And God pours out into different peoples in different measures. എന്നാൽ എന്നെ നിറയ്ക്കണമേ, ആത്മനിറവിന് അനുഭവം തരണമേ നമുക്ക് But പ്രാർത്ഥിക്കാം. let us earnestly pray, God, fill me this day, fill me this day. എല്ലാവരും കണ്ണടച്ചൊരു അല്പസമയം പ്രാർത്ഥിക്കാം. Everyone close your eyes and let us earnestly pray to ഈ God. അനുഭവം അവരവരുടെ ജീവിതത്തിൽ എങ്ങനെയിരിക്കുന്നു എന്ന് ശോധന Let ചെയ്യാം. us examine how much of an experience do I have with this filling of the Holy Spirit in my life today. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെയും ആത്മനിറവിന്റെ അനുഭവം പ്രാപിക്കാം. All our youngsters, everyone who is old, and everyone in this church should be filled with the Holy Spirit. ചില മിനിറ്റുകൾ ഒരല്പസമയം നമുക്ക് എല്ലാവർക്കും ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കാം. Just a few minutes,